Dear students, welcome to accountancy class. I am Soji Chako. Today we are going to discuss some special items related to not-for-profit organizations. The first item we are discussing is donations. നമുക്കറിയാം ഏത് ക്ലബുകളും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരൊക്കെ പ്രത്യേക ആവശ്യങ്ങൾക്ക് സംഭാവനകൾ സ്വീകരിക്കാറുണ്ട്. ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ആളുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഇത്തരം ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് സംഭാവനകൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ലഭിക്കുന്ന സംഭാവനകളെയാണ് നമ്മൾ ഡൊണേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഡൊണേഷൻ ഈസ് എ ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം some persons or organizations. These donations can be for a specific purpose or for a general purpose. If a donation is for a specific purpose, it is called specific donations. ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്ലേ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതാനും യുവാക്കൾ നാട്ടിലൂടെ നടന്ന് പിരിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഡൊണേഷൻസ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സ്വീകരിക്കുന്നതാണ്. അതായത് പ്ലേ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി വാങ്ങുന്നതാണ്. ഇത്തരം ഡൊണേഷൻസ് ആ ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രമേ വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഡൊണേഷൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് ഡൊണേഷൻസ് എന്ന് പറയുന്നത്. ഇഫ് ഡൊണേഷൻ റിസീവ്ഡ് ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ സം സ്പെസിഫിക് പർപ്പസ്, ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഡൊണേഷൻസ്. Such donation is to be capitalized and is shown on the liability side of balance sheet. നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. Okay. Then second type of donation is general donations. Such donation can be utilized for any purposes. So this will be treated as a revenue receipt and will be credited to the income and expenditure account. Okay, specific donations will be shown in the balance sheet on the liability side. General donations will be shown on the credit side of income and expenditure account. The next item is legacies. The amount received as per will of a deceased person is called legacies. For example, ഒരു വ്യക്തി താൻ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ സ്വത്ത് ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകണം എന്ന് വിൽപത്രം എഴുതി വെക്കുന്നു. ഇങ്ങനെ വിൽപത്ര പ്രകാരം ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ലഭിക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാഷിനെയാണ് നമ്മൾ ലെഗസീസ് എന്ന് പറയുന്നത്. ദിസ് ലെഗസി ഈസ് നോട്ട് ഓഫ് എ റെക്കറിംഗ് നേച്ചർ. ഇത് സ്ഥിരമായി കിട്ടുന്ന ഒരു റവന്യൂ അല്ല. ഇത് ക്ലബിന്റെ ലൈഫ് ടൈമിൽ ചിലപ്പോൾ 1-2 തവണയായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലെഗസീസ് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ലാർജ് എമൗണ്ട് ആയിരിക്കും. സോ ദിസ് എമൗണ്ട് വിൽ ബി ഡയറക്ട്ലി ആഡഡ് ടു ദി ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ഇത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. However, if the legacies are of a small amount, it may be treated as a revenue receipt and can be shown in the income and expenditure account. Then the third item is life membership fees. In the previous class, while we discussed the subscriptions, I told you that each member should pay annually to the club a fixed amount. This amount is called a subscription. But some members may prefer to pay a lump sum amount as membership fee instead of periodic subscription. Such lump sum amount paid in place of subscription is called life membership fees. ഇതൊരു ലാർജ് എമൗണ്ട് ഒന്നിച്ച് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ അടയ്ക്കുന്നു. എല്ലാ വർഷവും സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുന്നതിന് പകരം ഒരു ലാർജ് എമൗണ്ട് അടയ്ക്കുന്നു. ഇങ്ങനെ ലാർജ് എമൗണ്ട് അടയ്ക്കുന്ന എമൗണ്ടിനെയാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. This amount will be treated as a capital receipt and is credited to capital or general fund. Then next item is entrance fees. Entrance fee, or it is also called admission fee.
It is paid only once by a member. A member, while becoming or while taking membership in the institution, pays entrance fees. In case of clubs and charitable institutions, this source of fund will be limited and also will be of a large amount. Thus, it will be credited to capital or general fund. ക്ലബുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത്തരം എൻട്രൻസ് ഫീസ് ലിമിറ്റഡ് ആണ്. അതുപോലെ ലാർജ് എമൗണ്ടും ആയിരിക്കും. അത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ എല്ലാ വർഷവും ധാരാളം കുട്ടികൾ ജോയിൻ ചെയ്യും. അവർ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് അടയ്ക്കും. ഈ അഡ്മിഷൻ ഫീസ് ലാർജ് എമൗണ്ട് ഇല്ല, വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പോൾ ഇത് റെക്കറിംഗ് നേച്ചറിലുള്ള ഒരു റവന്യൂമാണ്. Therefore, in case of educational institutions, entrance fees will be treated as a revenue receipt and it will be credited to the income and expenditure account. Then the next item is sale of old assets. The assets, when after becoming useless, may be sold, or it may not be useful for the organization. ആ സ്ഥാപനത്തിന് ആവശ്യമില്ലാതെ വരുന്ന അസറ്റുകൾ, പഴകിയ അസറ്റുകൾ, ഇതൊക്കെ ചിലപ്പോൾ വിൽക്കാം. സോ ദിസ് ഈസ് അസറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് സെയിൽ ഓഫ് അസറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. എനി ഗെയിൻ ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഈസ് ടേക്കൺ ടു ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ അസറ്റ് വിറ്റ് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന നഷ്ടം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണം. ലാഭമാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് എഴുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ലോസ് ആണെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് എഴുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അടുത്ത ഐറ്റം സെയിൽ ഓഫ് പീരിയോഡിക്കൽസ് ആണ്. പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത് പത്ര മാസികകൾ, അതിന്റെ വിൽപ്പന വഴി കിട്ടുന്ന ഒരു റവന്യൂ ആണ്. ഇറ്റ് ഈസ് എ റെക്കറിംഗ് ഇൻകം. സോ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു income and expenditure account. The next item is sale of sports material. Sports material is also in case of an arts and sports club. A sports material, when it is worn out, it may be sold. Then this is also a recurring income. Therefore, it will be shown on the credit side of income and expenditure account. Then next item is honorarium, payment of honorarium in some special occasions. Some persons may be invited to the club. For example, ഒരു ടൂർണമെന്റ് നടത്തുമ്പോൾ, സപ്പോസ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നു, അവിടെ ഒരു റഫറിയുടെ സേവനം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റഫറിയെ വിളിക്കുന്നു, അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നു. ഇത്തരത്തിൽ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഓണറേറിയം എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് റെഗുലർ എംപ്ലോയി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഓണറേറിയം ഈസ് ദി എമൗണ്ട് പെയ്ഡ് ടു എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ റെഗുലർ എംപ്ലോയി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ചിലപ്പോൾ ഡോക്ടർമാരെ ക്ലാസ് എടുക്കാൻ, ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാൻ ക്ഷണിക്കാം. പകരം ഡോക്ടർമാർക്ക് ഒരു എമൗണ്ട് പേ ചെയ്യും. ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ടുകളെയാണ് നമ്മൾ ഓണറേറിയം എന്ന് പറയുന്നത്. ഓണറേറിയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ, എക്സ്പെൻസ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഈസ് ഷോൺ ഓൺ ദി എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നെക്സ്റ്റ് ഐറ്റം ഈസ് endowment fund. Endowment fund is a fund arising from a bequest or a gift, the income of which is devoted for a specific purpose. ചിലപ്പോൾ ഒരു ലാർജ് എമൗണ്ട് ഒരാൾ ഡൊണേറ്റ് ചെയ്യുന്നു, അത് ഡിപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സിൽ മികവ് പുലർത്തുന്ന ആ വ്യക്തികൾക്ക് പ്രൈസ് അവാർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു ലാർജ് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ല ഉപയോഗിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് ഉപയോഗപ്പെടുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന ഡിപ്പോസിറ്റുകളെയാണ് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. Okay, it is a fund arising from a bequest or a gift, the income of which is devoted for a specific purpose. So it is a capital receipt
and is shown on the liability side of balance sheet. Next item is government grant. Government grant for a charitable organization, it is of a recurring nature. Government provides various sorts of financial assistance. Maintenance grant ഒരു example ആണ്. It is treated as a revenue receipt and will be credited to the income and expenditure account. ഇനി ഗ്രാന്റ് കൊടുക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനോ പ്ലേ ഗ്രൗണ്ട് നിർമ്മിക്കാനോ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാനോ ഒക്കെ ആണെങ്കിൽ അതൊരു റവന്യൂ റെസീറ്റ് അല്ല. അത്തരത്തിലുള്ള എമൗണ്ടുകൾ ക്യാപിറ്റൽ റെസീറ്റ് ആണ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ബിൽഡിംഗ് ഫണ്ട് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് ഫണ്ട്, ഇങ്ങനെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ലഭിക്കുന്ന എമൗണ്ടുകൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് ഐറ്റം ഈസ് special fund. Special fund means, as we have stated in the first item, donations, specific donations. These funds can be utilized for some specific purposes like prize fund, match fund, sports fund, tournament fund, like that. These are funds generated for a specific purpose. Such funds will be invested in securities and the income earned on the fund will be added to the fund. Then the expenses incurred for that purpose will be also be deducted from the fund. Okay, അപ്പോൾ അതായത് ഒരു ഫണ്ട് പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പ്രൈസ് ഫണ്ട്, മാച്ച് ഫണ്ട്, ടൂർണമെന്റ് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, ഇതിനെ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഫണ്ട് ഒരു ഔട്ട്സൈഡ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നു. അതിൽ നിന്ന് നമുക്ക് റവന്യൂസ് ലഭിക്കും. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൂപ്പൺ അടിക്കുന്നത് കൊണ്ടുള്ള എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ടിക്കറ്റ് സെയിൽ ചെയ്യുന്ന വരുമാനമായിരിക്കാം. ഇതൊക്കെ ആ മാച്ച് ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. അതിൽ നിന്ന് വരുന്ന സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി വരുന്ന ചെലവ് പ്രൈസ് ഫണ്ട് ആണെങ്കിൽ പ്രൈസ് ഫണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. ടൂർണമെന്റിന് വേണ്ടി വരുന്ന ഫണ്ട് ആണെങ്കിൽ ടൂർണമെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്യും, എക്സ്പെൻസസ് ഡിഡക്ട് ചെയ്യും. After all these adjustments, if the fund becomes negative, the negative amount will be debited to the income and expenditure account. So these are the special items we are going to discuss today. Write notes and study well. Its treatment in income and expenditure account and balance sheet will be discussed later. Thank you.